ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ഒരാവശ്യത്തിന് എറണാകുളം വരെ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്നും ഓർമ്മ നിൽക്കുന്നൊരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. അതായത് ബാച്ചിലർ ലൈഫ് ഞങ്ങളിവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കാമെന്ന് കരുതി ഞങ്ങൾ സുഹൃത്തുക്കൾ വന്ന് ഇവിടെ നടിച്ചു കുളിക്കാതെ എന്ത് ചെയ്യാൻ കഷ്ടമെന്ന് പറയട്ടെ. ഈ സമയത്ത് ചെറിയ ചാറ്റൽ, എന്നിരുന്നാലും ഈ ചാറ്റൽ മഴയെ അവഗണിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ കൂടി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നുണ്ട്. കണ്ട ഉല്ലാസ ബോട്ടുകൾ. ഈ ബോട്ടിന് ഒരാൾക്ക് 100 രൂപയാണ്, അരമണിക്കൂർ കൊണ്ടാണ് ടൈം. 100 രൂപ ഒരാൾക്ക്. മഴ നനഞ്ഞുകൊണ്ട് നമുക്ക് പോകുന്നെങ്കിൽ നല്ല രസമാണ്, പക്ഷെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞങ്ങൾ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി ഒക്കെ പോകാമെന്ന്. സാധാരണ ഞങ്ങൾ ഇവിടെ വരുന്നത് വൈകുന്നേരങ്ങളിലാണ് വരാറുള്ളത്. ഇപ്പോൾ ഈ ഫ്രീ കിട്ടിയത് ഈ സമയമായതുകൊണ്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി മാത്രം കയറിയതാണ്. എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നില്ല, പുള്ളി എന്ത് ചെയ്യേ ഗിരീഷേട്ടോ പോയി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോകുന്നുണ്ട്. ചാറ്റൽ മഴയുണ്ട് കേട്ടോ. എനിക്ക് ഒന്നാമതേ ചെറിയൊരു ജലദോഷം ഉള്ളതാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. മഴ നനഞ്ഞ് നടക്കുന്നതിൻ്റെ സുഖം കുട്ടിക്കാലത്ത് ഇതന്നായിരുന്നു പണി. മഴ നനഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നാലും മഴ നനഞ്ഞേ വരാറുള്ളൂ. ഇപ്പോഴും ഈ മഴ നനഞ്ഞ് പോകുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ ലെവൽ. മഴ നനഞ്ഞ് ക്രിക്കറ്റ് കളിക്കുക, മഴ നനഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുക. കണ്ടോ, ഇഷ്ടം പോലെ ബോട്ടുകളാണ് കിടക്കുന്നത്. മഴ കാരണം ഒറ്റ ഒരെണ്ണത്തിലും കയറാൻ ആളില്ല. ഞങ്ങളിങ്ങനെ ബ്രിഡ്ജിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജിൻ്റെ ടോപ്പി വെച്ചാണ് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്നത്. ഉച്ച സമയമാണെന്ന് ഓർത്തോണം ഞങ്ങൾ വിശപ്പ് സഹിച്ചാണ് ഈ പടികളൊക്കെ കയറി പോകുന്നത്. എന്നിരുന്നാലും ഞങ്ങളുടെ നടുക്ക് പോകുന്ന സാറിന് ഒട്ടും നടക്കാൻ വയ്യ. വിശപ്പങ്ങ് സഹിക്കത്തില്ല കേട്ടോ. ഏതേലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാം. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യമാണ് റെസ്റ്റോറൻറ്റ് കയറുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചിക്കൻ ബിരിയാണി മതി. പിന്നെ വെജിറ്റേറിയനായിട്ടുള്ള ആൾക്കാർ 2 പേരുണ്ട് കൂട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്താ കാർമേഘങ്ങളൊക്കെ നിറഞ്ഞ ആകാശം. കുമുലോ നിംബസാണോ പണ്ടങ്ങാണ്ട് പഠിച്ചതാണ്. എന്തായാലും കാർമേഘങ്ങളാണ്. അപ്പം പെയ്യാനും പെയ്യാതിരിക്കാനും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. വിശപ്പ് ഉള്ളിൽ നിന്ന് തികട്ടി വരികയാണ്. എന്നാലും ഇതിൻ്റെ ആസ്വാദനത്തിൽ ഞങ്ങളിങ്ങനെ ഇനി ഒരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ. അടുത്തത് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക. ഞങ്ങളുടെ ഉദ്ദേശം റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് വിശപ്പടക്കണം. വിശപ്പ് സഹിക്കാൻ പറ്റും. ഇപ്പം തന്നെ സമയം 1:30 നോക്കട്ടെ. നല്ല റെസ്റ്റോറൻറ്റ് ബ്രൗൺ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വൃത്തിയുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ലപോലെ വൃത്തിയുള്ളതാണ്. എൻ്റെ ഭിത്തിയിലിങ്ങനെ പതിപ്പിച്ചിരിക്കുകയാണ്. എടുത്തു തരാമെന്ന് അതൊക്കെ കണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയൊക്കെ കണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഹോട്ടലിനകം വളരെ നീറ്റാണ്. വന്ന ഉടനെ നമ്മളെ സ്വീകരിച്ചുകൊണ്ടൊക്കെ ഇരുത്തി. അപ്പം ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഇങ്ങനെ ഒരാൾ വരാനുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യം സാധാരണ ഈ പ്ലേറ്റ് വന്നിട്ടുണ്ട്. പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പങ്ങ് പെട്ടെന്ന് വരും. നമുക്ക് പിന്നെ സഹനശക്തിയില്ല. ബിരിയാണി വന്നിട്ടുണ്ടോ, കണ്ടാൽ ഇച്ചിരി ഉള്ളതെന്ന് തോന്നുന്നു. ഈ ബിരിയാണി കുറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ മുന്തിരിങ്ങയും നല്ല ഐറ്റംസ് എല്ലാം വന്നു കേട്ടോ. സലാഡ്, പപ്പടം മാത്രമേ എനിക്ക് കഴിച്ചില്ല. പപ്പടം എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ നമ്മുടെ അവിടുത്തെ പപ്പടം നോക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ അങ്ങനെ നോക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പൊതുവെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. ഭക്ഷണം വന്ന് മുന്നിൽ ഇരുന്ന് പോയാലേ. എന്തായാലും ഞങ്ങൾ ഇനി കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരാൾ ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് ആശാൻ ഒരു നല്ല നെയ്യ് പറഞ്ഞു. അത് ഇങ്ങനെ കൊണ്ട് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ പീസ് അടിച്ചുകൊണ്ടിരിക്കും. അത് നല്ല രുചിയായിരുന്നു കേട്ടോ. പറയണ്ടല്ലോ, ഞാനാണ് ഒരു സൈഡിൽ കടിച്ചത് കേട്ടോ. എന്തായാലും ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.